വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗത്തിൽ ഞാനൊരു അടയാളം കണ്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എറണാകുളം ജില്ലയിൽ പുതുവൈപ്പിടവകയിൽ നിന്ന് വരുന്നു. എൻ്റേത് 2-ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് പരിശുദ്ധ മാതാവ് ഈ കൃപാസന അമ്മയുടെ അൾത്താരയിൽ മുന്നിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ജോബ് മാനുവൽ. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. അതെനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാൻ വന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ജോലി കിട്ടാനായിട്ട് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഒരു അമ്മച്ചിയുടെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല കമ്പനികളിൽ പോയാലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പോരേണ്ട വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുടുംബത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് സൗദിയിലേക്ക് നല്ലൊരു ജോലി കിട്ടിയത്. സൗദിയിൽ പോയി അത് അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് 2 ട്രിപ്പ്, അത് 10 മാസവും 9 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയതിന് ശേഷം എനിക്കൊരു വളരെ ടെസ്റ്റ് സംഭവിച്ചു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആ ടെസ്റ്റും പിന്നെ ഒരു ടിസ്റ്റുമായിട്ട് മാറി. അത് എൻ്റെ കുടുംബത്തിലും വളരെ ഒരു വിശ്വാസത്തിലേക്കും, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. അതായത് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു തലകറക്കമുണ്ടായി. അങ്ങനെ ഞാൻ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ലോ പ്രഷറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, കമ്പനിയോട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ആവശ്യപ്പെട്ടെങ്കിൽ അവർ അത് ചെയ്തു തന്നില്ല. അവർ പറഞ്ഞു, നീ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധം മൂലം ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു മാസം എൻ്റെ ഒരു കുടുംബ ഡോക്ടർ വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഫിസിക്കൽ ഓക്കെ ആയി. ഞാൻ തിരികെ പോകാനായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി മെസ്സേജ് അയച്ചു. എന്നാൽ എനിക്ക് മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, തനിക്ക് 56 വയസ്സായി, ഇനി തന്നെ കമ്പനിക്ക് വേണ്ട എന്ന്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ ഞങ്ങൾ കുടുംബവും വളരെ മാനസികമായിട്ട് വിഷമിച്ചു. കാരണം ഈ അവസാന കാലഘട്ടത്തിലൊരു കച്ചിത്തിരുമ്പെന്ന പോലെ, ഒരു പ്രത്യാശയെന്ന പോലെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലി കിട്ടി, അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളത്തിന്. എന്നിട്ട് എനിക്ക് വീണ്ടും എനിക്ക് പോകാൻ കഴിയാത്ത വണ്ണം സംഭവിച്ചിരിക്കുന്നു. അപ്പം ഞാനിവിടെ വന്നു മാതാവിനോട് ചോദിച്ചു, അമ്മേ, ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? അമ്മ മിണ്ടുന്നില്ല. ഞാനെങ്ങനെ അച്ഛൻ്റെ ടോക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ പറയുന്ന പോലെ മുടക്കില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്കൊരു മടിയുമില്ല പത്രം കൊടുക്കാനും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാനങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ടോക്കിൽ
ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, 56 വയസ്സ്, 56 എന്നുള്ളൊരക്കം ഉള്ള ചില വ്യക്തികളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടു. അപ്പോൾ ഞാനത്, എനിക്ക് 56 ഏജായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാനാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. എനിക്ക് അതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു വാണ്ടഡ് കണ്ട് ഞാൻ അയച്ചു. അത് ഷാർജ കസ്റ്റംസ് പോർട്ടിലേക്കാണ്. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, എന്തോ എനിക്ക് തന്നെ അങ്ങനെ തോന്നി വിടണമെന്ന്. വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ കോൾ ചെയ്തു. നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യാം. സ്കൈപ്പ് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന്. ഞാൻ സമ്മതിച്ചു. എന്നാൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം ഇംഗ്ലീഷിന് എനിക്ക് വലിയ പിടുത്തം, അത് ഇംഗ്ലീഷിൽ കുറേ വീക്കാണ് ഞാൻ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് വന്നിരുന്ന് ഈ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തരണം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അച്ഛൻ പറയുന്നത് പോലെ ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നു. കാരണം എനിക്കൊരു യോഗ്യതയില്ല. കാരണം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്നെപ്പോലൊരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ജോലിയുടെ സർട്ടിഫിക്കറ്റ് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. 1 മാസം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കാരണം തൻ്റെ ഏജ് വിഷയമാണ്, 56 വയസ്സിൽ ഒരു വിഷയമാണ്, അതുകൊണ്ട് താൻ വെയിറ്റ് ചെയ്യ്, വേറെ ആരും വരുന്നില്ലെങ്കിൽ തന്നെ കോൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വരെയും വെയിറ്റ് ചെയ്തു, വിളിച്ചില്ല. ഞാൻ എങ്ങനെ, വീട്ടിലെല്ലാവർക്കും ആകെ ഇടർച്ചയായി. ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി വണ്ടി കയറാനായിട്ട്, ട്രെയിൻ കയറി അവിടെ ഒരു ജോലി അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ എനിക്ക് ഷാർജ പോർട്ടിൽ നിന്ന് കോള് വരികയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കയറിപ്പോരെന്ന് പറഞ്ഞു. കാരണം ഈ 56-ാമത്തെ വയസ്സിൽ പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഗവൺമെൻറ് ജോലിക്കായിട്ടാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. കാരണം സൗദിയിൽ നിന്ന് ഇത്രയും വിഷയമുണ്ടായി തിരിച്ചു വന്നതും എല്ലാം മാതാവ് ഒരു ടെസ്റ്റിന് വേണ്ടി ഒരുക്കുകയായിരുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കും വിശ്വാസം വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് ദൈവം നടത്തി തന്നു. എൻ്റെ മകൾക്ക് അവൾ IT മേഖലയിലാണ്. അപ്പോൾ ആദ്യം കിട്ടിയ കമ്പനിയിൽ വളരെ കുറഞ്ഞൊരു ശമ്പളത്തോടെ കിട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷം അവൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നല്ലൊരു കമ്പനി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപ്രകാരം അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ല ജോലി ലഭിക്കുകയും അതുപോലെ അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാനുള്ള ഒരു ഇത് അവർ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ഈ സന്നിധാനത്തിൽ ഇന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ, ഇവിടെ കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലതവണ വീണാലും എഴുന്നേക്കും. നീതിമാൻ എത്ര തവണ വീണാലും എഴുന്നേക്കുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീണാലും എഴുന്നേക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ ടോക്ക് ഇന്ന് ലോകത്തിൽ തന്നെ അച്ഛന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഉടമ്പടി ഈ ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്.
ഇത് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത് ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ വായിക്കുമ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉടമ്പടി എന്നുള്ളത് ഉടനടി ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളാണിത് മടിച്ചു നിൽക്കുന്നത്, രക്ഷപ്പെടാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത്, ഞാനിവിടെ ഇല്ല, ഞാൻ ഷാർജയിലേക്ക് പോകുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടി ആഴ്ചയിലൊരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി സിറ്റിയിൽ ആരും ഇല്ലാത്തവർക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം, ഞാനിവിടെ നിന്ന് അറബി പത്രം, തമിഴ്, ഹിന്ദി എന്നീ പത്രങ്ങൾ വാങ്ങി അവിടെ ഷാർജയിൽ പള്ളികളിൽ അവിടെ അവരുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനായിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ സന്നിധാനത്തിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഈ ഉടമ്പടി പാലിച്ച് മുന്നോട്ട് പോകാനുമുള്ള കൃപയും നൽകിയതിന് എൻ്റെ പരിശുദ്ധ കൃപാസന പ്രസാദപരമാ അമ്മയ്ക്കും എൻ്റെ ദൈവകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞാൻ നിർത്തുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ജോബ് എന്ന ഈ സഹോദരൻ തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി കണ്ടൻറ്റിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. 56 വയസ്സിൽ ഷാർജയിൽ ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഷാർജ കസ്റ്റംസ് പോർട്ടിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി ലഭിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റു പറഞ്ഞത്. എല്ലാ സാധ്യതകളും വഴികളും അടയുമ്പോൾ ജീവനും വഴിയും സത്യവും ജീവനുമായ ഈശോ തന്നെയാണ് നമുക്ക് വഴി തുറന്നു തരുന്നത്, നമ്മുടെ വഴിയായിട്ട് വരുന്നത്. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമയച്ചുരുക്കത്തിലാണ് ഈ ജോലി അദ്ദേഹത്തിന് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം സൗദിയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി വളരെയധികം ഭാരപ്പെട്ടും വേദനയോടും കൂടി പ്രാർത്ഥിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത് തിരിച്ചു ചെല്ലുമ്പോൾ ഇനി സൗദിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ കൈമലർത്തി കൈയൊഴിഞ്ഞ ഒരവസ്ഥയിൽ വളരെ സങ്കടപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മ ആ സങ്കടത്തിൽ നിന്ന് ഉത്തരമായി, പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഭാവിയെ നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഒരു ജോലി അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിത ഭാരങ്ങൾ എത്ര വലുതായാലും പരിശുദ്ധ അമ്മ അത് ലഘൂകരിച്ചു തരുന്നു. അതിന് അമ്മയ്ക്ക് അധികം സമയം വേണ്ട എന്നുള്ളതിൻ്റെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങളുടെ ഏതു ദുരന്തത്തിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കാം, നിങ്ങൾക്ക് രക്ഷിക്കാനായി എൻ്റെ ദൈവകുമാരൻ നിങ്ങൾക്കായി രക്ഷകനായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉടമ്പടിയെക്കുറിച്ചുണ്ട്. ഒരുപക്ഷെ അത് ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാകാം, ഒരുപക്ഷെ അത് ഒരു റിലിജനേക്കാൾ അതൊരു ഗാഢമായ ബന്ധത്തെക്കുറിച്ചാകാം. ഓരോരുത്തർക്കും അവരവരുടേതായ ഈശോ ആരാണെന്ന്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ് നൽകിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ വിളിക്കാനുള്ള ഒരു പുതിയ പേര്, ഈശോയെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പുതിയ സാഹചര്യങ്ങൾ, അത്ഭുതങ്ങൾ നമുക്കെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഗ്രീൻ സൈൻ ഈശോയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. കാരണം സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം കാത്തിരിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണെന്നെല്ലാം നാം വായിച്ചെടുക്കുന്നു. ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ജോബിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ജോലിക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ വളരെ നാളായി ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.